പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേൽ ഇന്നലെ ലോക്സഭയിൽ ചൂടേറിയ ചർച്ചയാണ് നടന്നത്. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള മറ്റൊരു ഏറ്റുമുട്ടലിന്റെ വേദിയായി ചർച്ച മാറുന്നതാണ് കണ്ടത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആരംഭിച്ച ചർച്ച അർദ്ധരാത്രി 11 മണി വരെ നീണ്ടു. ഇന്നും ചർച്ച തുടരും. ചുരുങ്ങിയത് 12 മണിക്കൂർ ചർച്ചയെങ്കിലും ബില്ലിൽ നടക്കുമെന്നാണ് വിവരം. പ്രതിപക്ഷത്ത് നിന്ന് ചർച്ച ആരംഭിച്ച ഗൗരവ് ഗൊഗോയ് മുതൽ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ശശി തരൂരും ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പ്രധാന ആരോപണം ബിൽ കണ്ണിൽ പിടിയിടാനുള്ള തന്ത്രമെന്നാണ്. 2024 പരീക്ഷാ ക്രമക്കേടുകൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ബിൽ ആദ്യമായി അവതരിപ്പിച്ചത്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകാഞ്ഞതാണ് ക്രമക്കേടുകൾ തുടരാൻ കാരണമായതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അന്നത്തെ ബില്ലിൽ ഭേദഗതി വരുത്തിയാണ് ഇന്നലെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിയമം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുള്ള ഇച്ഛാശക്തിയില്ലായ്മ ചൂണ്ടിക്കാട്ടാനാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചത്. ഒപ്പം ഇത്ര നിർണായകമായ ഒരു ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഇല്ലാത്തതിനെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ചോദ്യം ചെയ്തു. CJP സമരത്തിനിടെ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിന്നും രാജ്യസഭയിലെ ബിൽ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകുന്നു. മോദിയും അമിത്ഷായും എന്തുകൊണ്ട് ഒളിച്ചോടുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്ന് ഇവരിൽ ആരെങ്കിലും സഭയിൽ എത്തുമോ, ചർച്ചയ്ക്ക് മറുപടി പറയുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി സഭയിൽ നടത്തിയ പ്രസംഗം രൂക്ഷമായ വാഗ്വാദത്തിലേക്ക് കടന്നിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ കടന്നാക്രമണമാണ് പ്രിയങ്ക നടത്തിയത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ പ്രിയങ്ക നടത്തിയ പരാമർശം വലിയ ഒച്ചപ്പാടിന് വേദിയായി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി സംസാരിച്ച വ്യക്തിയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് ചില പത്രവാർത്തകൾ ചൂണ്ടിക്കാട്ടി പ്രിയങ്ക ഉന്നയിച്ചത്. എന്നാൽ ഇത് അസംബന്ധമാണെന്നും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ സഭയിൽ ഏറ്റുമുട്ടലായി. പിന്നാലെ സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് പ്രിയങ്കയുടെ പ്രസ്താവനകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ബഹളത്തിനിടെ രാഹുൽ ഗാന്ധി സഭയിൽ നിന്ന് പുറത്തുപോയി വാർത്തയുടെ പത്രക്കട്ടിങ്ങുകൾ കൊണ്ടുവന്ന് പ്രിയങ്കയ്ക്ക് കൈമാറുന്നതും കണ്ടു. എന്നാൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. കുറിക്കുകൊള്ളുന്ന പല പരാമർശങ്ങളും പ്രിയങ്ക ഇന്നലെ നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തെ പ്രവേശന പരീക്ഷകളുടെ പരിഷ്കരണത്തിനായി കേന്ദ്രം രൂപീകരിച്ച ഉന്നതതല സമിതിയിൽ ഗോമൂത്ര വിദഗ്ധനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് IIT മദ്രാസ് ഡയറക്ടറെ ഉന്നമിട്ട് പ്രിയങ്ക പരിഹസിച്ചു. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് കഴിഞ്ഞ വർഷം കാമകോടി അഭിപ്രായപ്പെട്ടതായിരുന്നു ഈ പരിഹാസത്തിന് കാരണം. എന്നാൽ അദ്ദേഹത്തിന് RSSുമായി ബന്ധമുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ലെന്നും നിങ്ങൾ RSSൽ ചേർന്ന് ചില മൂല്യങ്ങൾ പഠിക്കുകയും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണമെന്ന് അനുരാഗ് ഠാക്കൂർ MP പ്രിയങ്കയ്ക്ക് മറുപടി നൽകി. ക്യാമറയുടെ ആംഗിളല്ല, ഹൃദയത്തിന്റെ ആംഗിളാണ് പ്രധാനമന്ത്രി മാറ്റേണ്ടതെന്നായിരുന്നു മോദിക്കെതിരായ പ്രിയങ്കയുടെ വിമർശനം. ഈ തലമുറ ബോധമുള്ളവരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. കള്ളങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് വലിയ കഴിവുണ്ട്. അവരുടെ മനസ്സും ഹൃദയവും കീഴടക്കാൻ നിങ്ങൾ സത്യത്തിന്റെ പാതയിലേക്ക് വരണം. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഈ യുവതലമുറയോട് വലിയ അനീതിയാണ് കാണിച്ചത്. ക്രൂരത നടന്നിട്ടുണ്ട്. ഈ സത്യത്തെ അംഗീകരിക്കുക. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്നും പ്രിയങ്ക പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ തുടക്കം മുതൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന നേതാവാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ. CJP പ്രക്ഷോഭത്തെ സർക്കാർ നേരിട്ട രീതിയെ കടുത്ത ഭാഷയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ വിമർശിച്ചത്. മോദിയും അമിത്ഷായും മാപ്പ് പറയണമെന്ന ആവശ്യം രാഹുൽ ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ വിമർശനങ്ങൾ സഭയ്ക്കകത്തും ആവർത്തിക്കാനാണ് സാധ്യത. ഇന്നലെ പ്രിയങ്ക സഭയിൽ നടത്തിയ ആ പ്രസംഗം കാണാം. कोई आप पर कैसे यकीन करे? प्रधानमंत्री महोदय जी ने नया शिक्षा मंत्री चुना, एक ऐसे व्यक्ति को इस पद पर आसीन किया जिसने एक गर्भवती महिला के बलात्कारियों की रिहाई पर अपनी सहमति व्यक्त की, खुशी जताई। देश की करोड़ों लड़कियों को प्रधानमंत्री जी ने क्या संदेश दिया? सर, अखबारों में है, अखबार में नहीं। मेरा कुछ भी बोल के चले जाते हैं क्या? अरे ये तो कैसा क्या है इनके पास? ऐसा ही कोई आरोप लगा दीजिएगा। कोई नियम कानून नहीं है। आपके
श्रीमती प्रियंका वाड्रा गांधी जी बोल रही थी तो बीच में उनके वहाँ से भी टोका टोकी पहले भी हुए, हमारे यहाँ से भी हुए थे। अभी हम लोग तो शांति से सुन रहे हैं, लेकिन जो अभी अभी हमारे वर्तमान नए शिक्षा मंत्री को जो उन्होंने टिप्पणी की, कैरेक्टर असैसिनेशन है एक तरीके से संसद में, और इस तरीके के भाषा हम उम्मीद नहीं करते हैं। मैं इसमें प्रहलाद जोशी जी ने भी खुद कहा है, एक तो उन्होंने प्रियंका जी ने जो गलत बात कही है रिकॉर्ड पे, उसको रिकॉर्ड से हटा दिया जाए। दूसरा इस तरह का भाषा का इस्तेमाल ना करें। आपने डिबेट से पहले आपने अपील किया कि संसद में डिबेट का स्तर को नहीं गिराने चाहिए। उनके पार्टी के वो सीनियर लीडर है, वो पहली बार चुन के आए हैं, मगर उनके पार्टी में सीनियर है, जिम्मेदारी के साथ बोलना चाहिए। अगर पूरा ऑथेंटिकेट नहीं कर सकते हैं तो मैं ये मानता हूं कि उनको क्षमा मांगना चाहिए सदन से। मेरा मत ये सदन के अंदर, ये सदन सर्वोच्च लोकतांत्रिक संस्था का सदन है, इसका एक एक शब्द हमेशा रिकॉर्ड में रहता है। मैं माननीय सदस्य से आग्रह करूंगा कि बिना तथ्यों के हमें इस तरीके के सदन के पटल पर बात नहीं करनी चाहिए। ये तो डिलीट कर दिया, लेकिन आगे भी वो भी डिलीट करा सर। ये तो किसी का बोलता वो भी ये सीधे का बोल रहा था, डाटा कर रहा था। सर जो प्रहलाद जोशी जी ने बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए, उसका प्रमाण मैं आपको दे दूंगी, मैं भेज मैं ऑथेंटिकेट करूंगा। स्पीकर का डायरेक्शन 115, उनको पहले ऑथेंटिकेट करने कहिए सर। ऑथेंटिकेट करेंगे उसके बाद वो आगे बढ़ेंगे, ऐसे नहीं होगा। पहले ऑथेंटिकेट करने दो सर। उनको ऑथेंटिकेट करने के लिए कहिए, ऑथेंटिकेट करने कहिए उनको। आप उनको बोलने तो आप मत करो डिस्टर्ब। मैं एक विषय बता दूं, एक मिनट बताऊं। नियम 353 के अंदर फिर मैं एक बार स्पष्ट कर दूं, किसी भी सदस्य द्वारा किसी भी व्यक्ति के विरुद्ध मानहानि या अभियोगात्मक प्रकृति का कोई आरोप नहीं लगाया जाएगा जब तक कि सदस्य ने अध्यक्ष और संबंधित मंत्री को पर्याप्त अग्रिम सूचना नहीं दे दी हो। यह व्यवस्था है। House, ma'am, the same house, Honorable Shrikant Bey told, still that is in the record about Indira Gandhi ji. Still that is in the record. Still that is in the record.